അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല അടാറൊരു ഐറ്റമാണ്. വെറും 2 ക്യാരറ്റും ഒരു 100 ഗ്രാം ചൗവരിയും കൂടെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് ചൗവരി അങ്ങോട്ട് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും മിച്ചം വയ്ക്കാതെ 2 ക്യാരറ്റ് മൊത്തത്തിൽ എടുത്തോണം കേട്ടോ. നല്ലോണം ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം അതൊന്ന് ഭംഗിക്കൊന്നാക്കിയിട്ട് ഞാനത് നല്ല സ്ക്വയർ പോലെയൊക്കെ ഒന്നാക്കി ഒരു ഭംഗി വരട്ടെ എന്ന് വെച്ചാൽ കേട്ടോ. അത് അത്യാവശ്യമൊന്നുമല്ല, അതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ വെക്കേണ്ടത് ഒരു ഫ്രൈ പാന് നമ്മൾ സ്റ്റൗവ് വെച്ചിട്ട് അതിന് ഫ്ലെയിം കൊടുക്കുക. അതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യ് അല്ലെങ്കിൽ 1.5 സ്പൂണ്, ഇനി വേണ്ടവർക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂണ് ഇടുന്നുള്ളൂ. ഇനി നമുക്കതിൽ ഒരു കാഷ്യൂ വറുത്തെടുക്കണം കേട്ടോ. കാഷ്യൂ ഞാനൊരു 10 കാഷ്യൂ ഇട്ടിട്ടുണ്ട്. ഇനി കാഷ്യൂ ഒന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കിസ്മിസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കിസ്മിസ് കാഷ്യൂ ആയിട്ട് കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ നല്ല മുത്തുമണി പോലെ ആകും. മുത്തുമണി പോലെ ആകുന്നത് കണ്ടാൽ അറിയാം നമ്മുടെ കിസ്മിസ് റെഡിയായെന്നല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ അങ്ങോട്ട് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് അതേ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ക്യാരറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് എങ്ങനെ എടുക്കണം, ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു സോസ് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോസ് പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1/2 ലിറ്റർ പാൽ മതി. 1/2 ലിറ്റർ പാലിനുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു. ആ പാലൊന്നങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഒരു 50 ഗ്രാം 75 ഗ്രാം അത്ര ലെവലിലൊക്കെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് 100 ഗ്രാമോ ഒരു 150 ഗ്രാം വരെ ഇടാം കേട്ടോ. ഞാനിങ്ങനെ അധികം ഷുഗർ കഴിക്കാത്തത് കൊണ്ട് 50 ഗ്രാം 75 ഗ്രാം ഒക്കെ ഇട്ടതാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി അതങ്ങോട്ട് നന്നായിട്ട് ആ പഞ്ചസാരയും പാലും കൂടെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി അതങ്ങോട്ട് തിളച്ച് ഒരുവിധം വരുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ച ചൗവരി ഉണ്ടല്ലോ, ആ ചൗവരി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൗവരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ അങ്ങോട്ട് കിടന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആകണം. ഇനി ചൗവരി, പാല്, പഞ്ചസാര അല്ലേ, അതെല്ലാം കൂടെ അതും ഒരു 5 മിനിറ്റോളം 10 മിനിറ്റോളം നന്നായിട്ട് സോക്ക് ചെയ്തതായതുകൊണ്ടേ പെട്ടെന്ന് വേഗം എന്നുള്ളതിനൊരു സംശയവുമില്ല. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നത് വരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഈ ചൗരി എന്ന് പറയുന്നുണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ അത് കാണാൻ അപ്പം നല്ല എന്താ പറയുക, മുത്ത് മണി പളുങ്ക് പോലെ ഇരിക്കുന്നത്. അപ്പോൾ പളുങ്ക് പോലുള്ള ആ മണി നമ്മുടെ നല്ല വെളുത്ത് വൈറ്റായിട്ടുള്ള പാലിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയായി. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന വരട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് 3ഉം കൂടെ കിടന്ന് നന്നായിട്ട്, അതായത് പാല്, പഞ്ചസാര, ക്യാരറ്റ്, ചൗവരി 4 ഐറ്റവും കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് നല്ല മിക്സായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട്, അതായത് എല്ലാം കൂടെ മിക്സ് ആകുക എന്ന് പറഞ്ഞാൽ അത് തമ്മിലെല്ലാം കൂടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് താതാത്മ്യം പ്രാപിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എല്ലാം കൂടെ 3, 4ഉം കൂടെ അങ്ങോട്ട് ഒട്ടിയായി നന്നായിട്ട് അങ്ങോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി റെഡിയാക്കി കഴിയുമ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഒരു 3 4 ഏലക്കയുടെ കുരു എടുത്തിട്ട് അതിനെ ഒന്ന് വെറുതെ ചതച്ചാൽ മതിയേ, ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഏലക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല ആ കളറ്, ആ നെയ്യിക്കകത്ത് വറുത്ത ഇത് മഞ്ഞ കളറും ആ വെള്ള കളറും എല്ലാം കൂടെ അങ്ങോട്ട് കിടന്ന് നല്ലോണം അങ്ങോട്ട് മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതിന് നല്ല ടേസ്റ്റിയാണ്. ഈ കാണുന്ന ഭംഗി പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ലാസ്റ്റ് എന്താ ഉള്ളത്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് കൊഴുത്തു പോയി അല്ലേ, കൊഴുത്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. തിളച്ച പാൽ വേണേൽ ഒഴിച്ച് കൊടുക്കാൻ.
അപ്പോൾ ആ തിളച്ച പാൽ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിനെ ഒന്നുകൂടെ ഇളക്കി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വീണ്ടും ഇളക്കുക. അങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് തിളച്ച് വരും. ഇപ്പം നല്ല അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം കറക്റ്റാണ്. ഇത് വാങ്ങി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ചുകൂടെ തടിച്ചു വരും, അതായത് കൊഴുത്ത് വരും. അതുകൊണ്ട് നമ്മൾ ആ പാൽ അവസാനം ഒഴിച്ചത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കാഷ്യൂവും ആ കിസ്മിസും കൂടെ എടുത്ത് അതിൻ്റെ മേലിലങ്ങോട്ട് വിതറി കൊടുക്കുക. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി നോക്കിയാൽ എന്തോ ഒരു ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, അതിനെന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഈ പായസം, ഈ ക്യാരറ്റ് പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഇത് ഒരു സംഭവം നമ്മുടെ അടുക്കൽ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഒരു സംഭവമാണ്. അപ്പോൾ ഇനി ഞാനത് 2 ബൗളിലേക്ക് മാറ്റി, ഞങ്ങൾക്ക് 2 പേർക്കും 2 ബൗളിലേക്ക് എടുത്തു, 2 സ്പൂണും ഇട്ടു. എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ സംഭവമാണ്. എന്നിട്ട് ഇതിൻ്റെ നല്ലതാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.